ഈ ലോകത്തിൽ അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ നമുക്ക് ജീവിക്കുമ്പം നമുക്ക് ഒരുപാട് ബന്ധങ്ങൾ നമുക്ക് കിട്ടും. ഇതിൽ ഫസ്റ്റ് അതായത് ആദ്യമായിട്ട് നമുക്ക് കിട്ടുന്ന ബന്ധമാണ് നമ്മുടെ മാതാപിതാക്കൾ. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ആ ബന്ധം നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് ബോണസായിട്ട് നമ്മുടെ സഹോദരങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ പഠിക്കുമ്പം നമ്മുടെ ക്ലാസ്മേറ്റ്സ്, പിന്നെ നമ്മൾ ഓരോ ജോലി പ്രവേശിക്കുമ്പോൾ അവിടെ കൊളീഗ്സ്, ഇങ്ങനെ പല തരത്തിലുള്ള ബന്ധങ്ങൾ നമുക്ക് കിട്ടും. അതിപ്പോൾ കുടുംബജീവിതത്തിലായാലും എല്ലാം മൊത്തത്തിൽ ബന്ധങ്ങളെയാണ് നമ്മളിപ്പോൾ ഈ പറയുന്നത്. അപ്പോൾ ഈ ബന്ധങ്ങളിൽ നമ്മൾ ടോക്സിക് ആയിട്ട് അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ആളുകളെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഈ നെഗറ്റീവായിട്ടുള്ള ആളുകളെ നമുക്ക് എങ്ങനെ പെട്ടെന്ന് തിരിച്ചറിയാമെന്ന് നോക്കാം. ഈ നെഗറ്റീവായിട്ടുള്ള ആളുകൾ അവരുടെ ജീവിതത്തിൽ ഫുൾ തോൽവിയായിരിക്കും എന്നുള്ളതാണ് ഒരു സത്യം. അതുകൊണ്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർ, അതിപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ആകാം, റിലേറ്റീവ്സ് ആകാം, നെയ്ബേഴ്സ് ആകാം, നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളവരാകാം, ഇവരൊക്കെ നമ്മളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടോ ഫേക്ക് ആണോ എന്നും കൂടി നമുക്ക് നോക്കാം. ഇങ്ങനെ ഈ നെഗറ്റീവായിട്ടുള്ള ആളുകളുമായിട്ട് നമ്മൾ ഒരുപാട് ബന്ധം വെച്ച് പുലർത്തുകയാണെങ്കിൽ നമ്മുടെ ജീവിതവും അതുപോലെയൊക്കെ തന്നെ ആയിപ്പോവും. കാരണം നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിലും കഷ്ടപ്പാടിലും ഒക്കെ കൂടെ നമ്മൾ നമ്മുടെ ജീവിതത്തെ നെഗറ്റീവിൽ നിന്നും കുറച്ച് പോസിറ്റിവിറ്റി ഒക്കെ ആയിട്ട് നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ടുള്ള ബന്ധം തുടർന്നാൽ നമ്മുടെ ജീവിതം വീണ്ടും പഴയ പോലെ തന്നെ ആയിപ്പോവും. അതുകൊണ്ട് ഇങ്ങനെയുള്ളവരെ തീർത്തും ഉപേക്ഷിക്കണമെന്നല്ല, എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കുറച്ചൊക്കെ അവോയ്ഡ് ചെയ്ത് നമ്മൾ അകറ്റി നിർത്തണം. ഇനിയിപ്പം നമുക്ക് ഈ നെഗറ്റീവായിട്ടുള്ള ആളുകൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് എങ്ങനെ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാമെന്ന് നോക്കാം. ഇങ്ങനെയുള്ള ആളുകളുടെ ഫസ്റ്റ് സൈൻ എന്ന് പറയുന്നത് തന്നെ, ഇങ്ങനെയുള്ളവർ എന്തിനും ഏതിനും എല്ലാ കാര്യത്തിനും പരാതി പറയുന്നവരായിരിക്കും. ഇങ്ങനെ പരാതി പറയുന്നത് മാത്രമല്ല, ഇവർ നമ്മളെ ഇമോഷണലാക്കാനും ശ്രമിച്ചുകൊണ്ടേയിരിക്കും എപ്പോഴും. അതായത് ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ആകാം, റിലേറ്റീവ്സ് ആകാം, ആരും ആയിക്കോട്ടെ, നമ്മളിപ്പം ഫോൺ വിളിക്കുകയൊക്കെ ആണെന്ന് വെച്ചു. ഇപ്പം നമുക്കിപ്പോൾ ഒരു ദിവസം വിളിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായി നമുക്കിപ്പോൾ ഒരു ദിവസം വിളിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഒരാഴ്ച വിളിക്കാൻ പറ്റിയില്ല, അങ്ങനെയൊക്കെ വന്നാൽ ഉടനെ ഇവരിങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മളെ വിളിച്ചില്ല, ആ കാര്യം നമ്മളോട് അറിയിച്ചില്ല, ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇങ്ങനെയുള്ളവർ നമ്മുടെ പോസിറ്റിവിറ്റി എല്ലാം തകർത്തിട്ട് നമ്മളെ എപ്പോഴും ഇമോഷണലാക്കി വെക്കാനായിട്ടേ ശ്രമിക്കുകയുള്ളൂ. അങ്ങനെയുള്ളവരെ നമ്മൾ അകറ്റി നിർത്തണം. ഇനി നെഗറ്റീവായിട്ടുള്ള ആളുകളെ തിരിച്ചറിയാൻ പറ്റിയിട്ടുള്ള രണ്ടാമത്തെ സൈൻ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഹാപ്പി ന്യൂസ് നമ്മളിപ്പോൾ അവരോട് പറയാമെന്ന് വെച്ചാൽ, അതിപ്പോൾ ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും നമുക്ക് സന്തോഷം തരുന്നൊരു കാര്യമാണെങ്കിൽ നമ്മളിപ്പോൾ അത് നമ്മുടെ ഫ്രണ്ട്സിനോടോ റിലേറ്റീവ്സിനോടോ അല്ലെങ്കിൽ നെയ്ബേഴ്സിനോടാണെങ്കിലും നമ്മളൊന്ന് പറഞ്ഞു നോക്കുകയാണെങ്കിൽ അവർ പെട്ടെന്ന് ആ വിഷയം തന്നെ കേൾക്കാത്ത രീതിയിൽ നിന്നിട്ട് അവരവരുടെ ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ നമ്മളോട് ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ ആ ഒരു സന്തോഷം കെടുത്തിക്കളഞ്ഞ് നമ്മൾ പെട്ടെന്ന് ഡിപ്രഷനായി പോകുന്നുണ്ടെങ്കിൽ ഓർത്തോ, ഇത് തന്നെയാണ് നെഗറ്റീവായിട്ടുള്ള രണ്ടാമത്തെ ടൈപ്പ് ആളുകൾ. അപ്പോൾ ഇങ്ങനെയുള്ളവരെ നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി മൂന്നാമത്തെ ടൈപ്പ് ആളുകളുണ്ട്. അവരുടെ സൈൻ എന്താന്ന് വെച്ചാൽ, കോമ്പറ്റീഷനാണ് ഇവരുടെ ബിഗ് സൈന്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു നിസ്സാരമായിട്ട് ഒരു ഹെയർ ക്ലിപ്പ് വാങ്ങി, അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് വാങ്ങി, ഇല്ലെങ്കിൽ ഗോൾഡിൻ്റെ ആണെങ്കിലും ഒരു ചെറിയ സ്റ്റഡ് വാങ്ങി, പെട്ടെന്ന് ഇവരിത് കേൾക്കുമ്പോൾ തന്നെ ഇവരുടെ മുഖം മാറുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവർ ചിരിച്ചുകൊണ്ടാണെങ്കിൽ പോലും നമുക്ക് ഇവരുടെ കണ്ണുകളിലേക്ക് നോക്കി അറിയാൻ പറ്റും ഇവർക്കത് ഇഷ്ടപ്പെട്ടില്ല എന്ന്. പെട്ടെന്ന് ഇവർ പറയും ഞാനും ഇതുപോലത്തെ തന്നെ വാങ്ങുന്നുണ്ട്. അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇവർ നമ്മളോട് പറയുകയാണ് ഞാനും ഇങ്ങനത്തെ തന്നെ വാങ്ങി. അപ്പോഴേ ഓർത്തോ നമ്മൾ രക്ഷപ്പെടുന്നത്, നമുക്ക് ഒരു നല്ല കാര്യം വരുന്നത് ഇവർക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തവരാണ്. അപ്പോൾ ഇങ്ങനെയുള്ളവരെ നമ്മൾ കഴിയുന്നതും അവോയ്ഡ് ചെയ്ത് ഒഴിവാക്കി നിർത്തേണ്ടതാണ്. ഇനി നാലാമതായിട്ട് നെഗറ്റീവായിട്ടുള്ള ആളുകളെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുള്ളൊരു സൈനാണ് അസൂയ. ഇങ്ങനെയുള്ളവർ നമ്മളോട് അടുത്ത് നിൽക്കും. നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇവർക്ക് അറിയുകയും ചെയ്യും. നമുക്ക് ഏതാണ് ഇഷ്ടം, നമ്മുടെ വിജയത്തിൻ്റെ കാരണങ്ങൾ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർക്കറിയാം. പക്ഷേ നമ്മളിപ്പോൾ ഒരു നല്ല ഡ്രസ്സ് വാങ്ങിയെന്ന് വെച്ചു, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും രീതിയിൽ നമ്മൾ ഉയർന്നു പോകുന്നു, അതിപ്പോൾ പഠനത്തിലാവാം, ജോലിയിലാവാം, ഇപ്പോൾ ഒരു വീട് വെച്ചു, ഏത് കാര്യത്തിലായിക്കോട്ടെ, നമ്മൾ ചെറിയൊരു ഉയർച്ച ഉണ്ടെന്ന് കാണുമ്പോഴത്തേക്കും ഇവർ പറയും ഓ ഇതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു ഇപ്പോൾ. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ഡ്രസ്സ് വാങ്ങി, ഓ ഇത് നമുക്ക് തന്നെ അറിയാതെ നമുക്ക് ചേരുന്നുണ്ടെന്ന്. പക്ഷേ ഇവരോട് ചോദിച്ചാൽ ഇവർ പറയും ഓ അത്ര ചേരുന്നില്ല, ഇപ്പോൾ ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു, ഓ ഇതിന് റേറ്റ് കൂടുതലല്ലേ. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ ഓർത്തോ, ഇവരാണ് ഏറ്റവും വലിയ നെഗറ്റീവ് പീപ്പിൾ. ഇങ്ങനെ അസൂയുള്ളവരെ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത്ര നമ്മുടെ ജീവിതത്തിന് നല്ലതല്ല. ഇനിയിപ്പോൾ അഞ്ചാമതായിട്ട് നെഗറ്റീവായിട്ടുള്ള ആളുകളെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുള്ളൊരു സൈൻ എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ മനുഷ്യരാണ്, എല്ലാവർക്കും ഗുഡ് ക്വാളിറ്റി ഉണ്ട്, ബാഡ് ക്വാളിറ്റി ഉണ്ട്. എന്നാൽ ഈ അഞ്ചാമത്തെ കൂട്ടരെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗുഡ് ക്വാളിറ്റി ഒന്നും കാണില്ല. അവർ നമ്മൾ എത്ര നല്ലത് ചെയ്താലും എന്തെങ്കിലും ഒരു ബാഡായിട്ടുള്ളൊരു കാര്യം കണ്ടുപിടിച്ചിട്ട് നമ്മളെ സമൂഹത്തിൻ്റെ മുന്നിലായാലും മറ്റുള്ളവരുടെ മുന്നിലായാലും എല്ലാം നമ്മുടെ ആ ഒരു ബാഡ് ക്വാളിറ്റി മാത്രം അവർ വിളിച്ചു പറയും. എന്നിട്ട് നമ്മളെ ഇൻസൾട്ടഡ് ആക്കും. ഇങ്ങനെയുള്ളവർ നമ്മൾ എത്ര നന്മ ചെയ്താലും മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ ഒരു ചെറിയ കാര്യത്തിനാണെങ്കിലും നമ്മുടെ ആ ഒരു വില കളഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ ഇവരെ അകറ്റി നിർത്തുന്നത് തന്നെയാണ് നല്ലത്. എന്നിട്ട് ഇവർ പറയുകയും ചെയ്യും അയ്യോ വെറുതെ പറഞ്ഞതാ, അല്ലെങ്കിൽ അറിയാതെ പറഞ്ഞതാ എന്ന് പറഞ്ഞ് നമ്മളോട് സോറി പറയുകയും ചെയ്യും. ഇങ്ങനെയുള്ളവരെ നമ്മൾ ശരിക്കും അകറ്റി നിർത്തേണ്ടതാണ്. ഇനി ആറാമതായിട്ട് ചിലരുണ്ട്.
ഇപ്പം നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഒരു ആവശ്യം അവർക്കുണ്ടെന്ന് വെച്ചാൽ അവർ നമ്മളെ വിടാതെ പിന്തുടരും. അതായത് നമ്മൾ ചെയ്താലേ ശരിയാവുള്ളൂ, അല്ലെങ്കിൽ നിനക്കതിന് നല്ല കഴിവുണ്ട്, ഇങ്ങനെ പറഞ്ഞ് നമ്മളെ പുകഴ്ത്തി പറയുകയും ചെയ്യും. എന്നിട്ട് നമ്മളെ കൊണ്ട് അവർക്ക് ആ ചെയ്തു കൊടുക്കേണ്ട ആവശ്യം കഴിഞ്ഞു കഴിയുമ്പോൾ പിന്നെ നമ്മളെ കണ്ട ഭാവം നടിക്കത്തുപോലുമില്ല. നമ്മൾ മൂലം അവർക്കിങ്ങനെ ഒരു നന്മ അല്ലെങ്കിൽ ഒരു നല്ല കാര്യം ചെയ്ത് കിട്ടിയെന്ന് അവർക്കൊരു ചിന്ത പോലും ഇല്ലാതെ നമ്മളെ കണ്ടാൽ നടിക്കും. അങ്ങനെയുള്ളവരെ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതാണ്. കാരണം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാരെ കൂടെ കൂട്ടി മുന്നോട്ട് പോകുന്ന അത്ര നല്ലതല്ല. ഇനി ഏഴാമതായിട്ട് നെഗറ്റീവായിട്ടുള്ള ആളുകളെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുള്ളൊരു ബിഗ് സൈൻ എന്ന് പറഞ്ഞാൽ നമ്മളെ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ചിലരുണ്ട്. അതിപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളവരാകാം, അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് ആകാം, നമ്മൾ ഇടപെടുന്ന സമൂഹത്തിലുള്ള ആരും ആയിക്കോട്ടെ, നമ്മൾ ചെയ്യാത്ത കാര്യത്തിന് വരെ നമ്മളെ കുറ്റപ്പെടുത്തുന്ന ചിലരുണ്ടാവും. ഇപ്പം നമ്മൾ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല എന്തെങ്കിലും ഒരു കാര്യം നടന്നാൽ. അതിപ്പോൾ ഒരു ചെറിയ പ്രശ്നമാകാം, വലിയ ഗുരുതരമായിട്ടുള്ള പ്രശ്നമാകാം, എന്തും ആയിക്കോട്ടെ, നമ്മൾ അറിയാത്ത കാര്യമാണെങ്കിൽ പോലും നീ അത് വിളിച്ചു പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ നീ കാരണമാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നും പറഞ്ഞ് നമ്മൾ അറിയാത്ത കാര്യത്തിന് വരെ നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ ഓർത്തോ, ഇവർ ഏറ്റവും വലിയൊരു നെഗറ്റീവ് പീപ്പിൾസാണ് നമ്മുടെ ജീവിതത്തിൽ. അതിപ്പോൾ ആദ്യം നിസ്സാരമായ കാര്യങ്ങളായിരിക്കാം, പിന്നീട് അത് വലിയ വലിയ കാര്യങ്ങളാകുമ്പോഴത്തേക്കും നമുക്കത് ജീവിതത്തിന് തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് നിസ്സാരമായ കാര്യങ്ങൾക്ക് വരെ നമ്മളെ കുറ്റപ്പെടുത്തുന്നവരുമായിട്ടുള്ള സൗഹൃദം നമ്മൾ കഴിയുന്നതും ഒഴിവാക്കുക, പൂർണ്ണമായിട്ടും പിന്നീട് ഒഴിവാക്കാനായിട്ടും ശ്രമിക്കുക. ഇനി എട്ടാമതായിട്ട് നെഗറ്റീവായിട്ടുള്ള ഒരു കൂട്ടരുണ്ട്. ഇവർ നമ്മുടെ ജീവിതം താറുമാറാക്കുകയും ചെയ്യും, അതുപോലെ നമ്മളെ എല്ലാ രീതിയിലും നമ്മളെ കടക്കണിയിലാക്കുകയും ചെയ്യും. ഇപ്പോൾ 1 രൂപയാണെങ്കിലും അല്ലെങ്കിൽ ഒരു 100 രൂപയാണെങ്കിലും എല്ലാ മനുഷ്യരും ജീവിക്കാനായിട്ട് കഷ്ടപ്പെട്ട് തന്നെയാണ് പണം ഉണ്ടാക്കുന്നത്. ഇങ്ങനെയുള്ളവർ മറ്റുള്ളവരുടെ പണം കണ്ടിട്ടാണ് അവരോട് സ്നേഹം നടിച്ചിട്ട് അവരുടെ ആവശ്യങ്ങൾ നടക്കാനായിട്ട് പറ്റിക്കൂടുന്നത്. ഇങ്ങനെയുള്ളവരാണ് ഈ എട്ടാമത്തെ കൂട്ടരെന്ന് പറയുന്നത്. അതിപ്പം സുഹൃത്തിൻ്റെ ആവാം, അല്ലെങ്കിൽ നെയ്ബേഴ്സിൻ്റെ ആവാം, റിലേറ്റീവ്സിൻ്റെ ആവാം, ആരുടെ ആയിക്കോട്ടെ. ഒരു 10 രൂപയാണെങ്കിലും ആ പണത്തിൻ്റെ പേരിലുള്ള സ്നേഹമാണ് ഇങ്ങനെയുള്ളവർക്ക്. ഇപ്പോൾ ഇങ്ങനെയുള്ളവർ ചിലപ്പോൾ നമ്മളെ കൊണ്ട് വലിയ വലിയ ജാമ്യം വരെ നിർത്തിക്കാൻ ശ്രമിക്കും. അതായത് അവർക്കൊരാവശ്യത്തിന് വേണ്ടി ഒന്ന് ജാമ്യം നിൽക്കാവോ, അല്ലെങ്കിൽ വീട് വെക്കാനായിട്ട് കുറച്ച് പൈസ കടം തരാമോ, ലോൺ തരാൻ സഹായിക്കാമോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതായത് പണത്തിൻ്റെ പേരിലുള്ള സ്നേഹമാണ് ഇങ്ങനെയുള്ള ഈ എട്ടാമത്തെ കൂട്ടർക്ക്. ഇവർ നമ്മുടെ ജീവിതം താറുമാറാക്കും തീർച്ചയാണ്. നമ്മൾ അറിയാതെ ഇവരുടെ സ്നേഹത്തിൽ വീണ് പോയിട്ട് നമ്മൾ ചെയ്യുകയും ചെയ്യും. അതാണ് നമ്മുടെ കുഴപ്പം. ഇങ്ങനെ പണത്തിൻ്റെ പേരിൽ മാത്രം നമ്മളെ സ്നേഹിക്കുന്നവരുണ്ടോ എന്ന് നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റണം. ഇല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഈ ആത്മഹത്യകളൊക്കെ കൂടിക്കൂടി വരുന്നത് ഈ ഒരു പ്രശ്നം കൊണ്ട് തന്നെയാണ്. അതായത് കടക്കണിയിലാവുമ്പോഴാണ് കൂടുതലും പേര് ആത്മഹത്യയിലേക്കൊക്കെ പോകുന്നത്. ഇനി 9ാമതായിട്ട് നെഗറ്റീവായിട്ടുള്ള ആളുകളെ കണ്ടെത്താൻ പറ്റിയിട്ടുള്ള ഏറ്റവും വലിയൊരു സൈനാണ് ടൈം വേസ്റ്റേഴ്സ് ആയിരിക്കും ഇവർ. ഇങ്ങനെയുള്ളവർ ഒരു കാര്യവും സീരിയസ് ആയിട്ട് ചെയ്യാത്തവരാണ്. അതിപ്പോൾ നമ്മുടെ സഹോദരങ്ങളാകാം, അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ളവരാകാം, നമ്മുടെ റിലേറ്റീവ്സ് ആകാം, ആരും ആയിക്കോട്ടെ. സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം, അതായത് ഇപ്പം നമുക്ക് രക്ഷപ്പെടാനായിട്ട് ആ ജോബ് ചെയ്യുക, അല്ലെങ്കിൽ ആ ബിസിനസ് തുടങ്ങുക, ഈ ബിസിനസ് തുടങ്ങുക, നമ്മൾ അതിന് വേണ്ടി ഇറങ്ങി തിരിച്ച് ഓരോന്ന് കണ്ടുപിടിച്ച് നമ്മുടെ സമയം വേസ്റ്റാക്കി എല്ലാം കൃത്യമായിട്ട് പറഞ്ഞ് ചെല്ലുമ്പോഴത്തേക്കായിരിക്കും അവർ പറയുന്നത് അയ്യോ അത് കൊള്ളത്തില്ല, അത് നമുക്ക് ചെയ്യേണ്ട. അവർ നമ്മുടെ ടൈം വേസ്റ്റാക്കി അവർ അന്നേരം ഒഴിഞ്ഞു പോവുകയും ചെയ്യും. ഇങ്ങനെ പല പ്രാവശ്യമാകുമ്പോൾ നമുക്കറിയാമല്ലോ ഇവർ നമ്മുടെ സമയം വേസ്റ്റാക്കുക മാത്രമേ ഉള്ളെന്ന്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ അകറ്റി നിർത്തുക തന്നെ വേണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ. നമ്മുടെ ലൈഫ് ഹാപ്പി ആകാനും അതുപോലെ തന്നെ സ്മൂത്ത് ആയിട്ട് പോകാനും ഇതുപോലെയുള്ള നെഗറ്റീവ് പീപ്പിൾസിനെ അവോയ്ഡ് ചെയ്ത് നിർത്തുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ.